എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും CPM-ന്റെയും ഗൂഢശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിന്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 11-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൌൺസിലിന്റെ കാലാവധി അവസാനിക്കുന്നത്. നവംബർ 18-ാം തീയതി സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിരാൽ IAS ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. അത് കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. 200 കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിരാൽ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് വെളിവാക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക, സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക, നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നവംബർ 18-ാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ 200 കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ശ്രമത്തിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത്. ഇതിന് ശക്തമായി തന്നെ BJP നേരിടും. പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, വിഭജനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമര പരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഇത് പല രീതിയിൽ അധികാരം മാറി BJPക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും CPM-ഉം പ്രത്യേകിച്ചും CPM-ന്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ അവരെ ഇതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ BJPക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവര് വളരെ കാര്യപദ്ധതികൾ, നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. ഇതിന് ശക്തമായി തന്നെ ഞങ്ങൾ തടയിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം, ഇവിടെ ചരിത്രമാണ്, ഫണ്ട് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം, ആ ഫണ്ട് കൈമാറിയതൊന്നും കൃത്യമായി തിരിച്ചു വന്നിട്ടുമില്ല. അതിന് ഒരു ഉദാഹരണം, കേന്ദ്ര സർക്കാരിന്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച 729 കോടി രൂപ 2025 മാർച്ചിൽ കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക ഉടനടി പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചെങ്കിലും നാളിതുവരെ തുക തിരിച്ചു നൽകിയിട്ടില്ല. ഇതൊരു ചരിത്രം ആണ്, ഇതിന്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇത്തരം കൈമാറ്റങ്ങൾ വന്ന് തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതും ഞാൻ അറിയിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ഉത്തരവുണ്ട്. ഇനി 18-11 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ BJP ഒരു കൌൺസിൽ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതായിട്ടാണോ, അതല്ല അല്ലാതെ തന്നെ ധനസമാഹരണം നടത്തുകയായിരുന്നു ലക്ഷ്യം? എന്താണ് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-ന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം 5 വർഷക്കാലം CPM നടത്തിയിട്ടുള്ള കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതികളും ഭരണപരാജയങ്ങളും തിരിച്ചവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ശക്തമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം, ഭരണസമിതി മാറുമെന്ന് ഉറപ്പായതിനു ശേഷം ഇന്ന് വളരെ വേഗതയിൽ ഈ ഫണ്ട് കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ തദ്ദേശ സ്ഥാപനങ്ങളുടെ സർപ്ലസ് ഫണ്ട് സർക്കാർ കാലാകാലങ്ങളിൽ ട്രഷറിലേക്ക് വാങ്ങുകയും ആ അന്നത്തെ ആവശ്യം ഡീറ്റെയിൽ ചെയ്ത് സാധാരണ പതിവാണത്.
തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകൾക്കും LSC-കളും സാധനം ചെയ്ത കാര്യമാണത്. അതിനുശേഷം പലിശ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ BJP-ക്ക് മാത്രമായിട്ട് എന്ത് വ്യത്യാസം എന്താ? ഇല്ല, അങ്ങനെ BJP ഇതില് അത് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഈ ഫണ്ടൊക്കെ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നില്ല എന്നുള്ള തെളിവാണ് ഞാൻ 729 കോടി രൂപയുടെ കാര്യം പറഞ്ഞത്. അത് ട്രസ്റ്റിയിൽ എത്തിയില്ലെങ്കിലും ഇതുവരെ തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിയിട്ടില്ല. ഇത് ചരിത്രമാണ്. കോർപ്പറേഷൻ മാത്രമല്ല LSC കൊടുക്കുന്നത് എത്താണത്. അതെ, തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ അതായത് ഒരു സംസ്ഥാന സർക്കാർ ശമ്പളം കൊടുക്കാൻ പോലും സാധിക്കാതെ കടമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് പോകുന്നത്. 200 കോടി രൂപ ജനങ്ങളുടെ നികുതി പണം, ആ ജനങ്ങളുടെ നികുതി പണമാണ് തനത് ഫണ്ട് എന്ന് പറയുന്നത്. ആ തനത് ഫണ്ട് സർക്കാരിന്റെ ട്രഷറിയിലേക്ക് അടച്ചാൽ ഈ ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഫണ്ട് ഏത് കാലയളവിൽ തിരിച്ചു കിട്ടും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു കാരണവശാലും കടമെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റിന് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫണ്ട് നഗരസഭ തിരിച്ചു ചോദിച്ചാൽ ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് നോട്ടീസ് തരികയല്ലാതെ ഈ ഫണ്ട് തിരിച്ചു ലഭിക്കില്ല എന്നുള്ളതാണ് എന്റെ ഉത്തമമായിട്ടുള്ള ചിന്ത. 6 മാസത്തേക്ക് നിക്ഷേപിക്കണമെന്ന് കത്തി പറയുന്നു. ഈ തണ്ട് ഫണ്ട് ആയതുകൊണ്ട് തന്നെ സർക്കാരിന് വേറെ രീതിയിൽ പണമാറ്റാൻ എന്തായാലും സാധിക്കില്ല. അപ്പോ ഈ പണം കോർപ്പറേഷന് നഷ്ടമാണെന്നുള്ള പറയുന്നത് ഇല്ല, വകമാറ്റാൻ സാധിക്കില്ലെങ്കിൽ ഇത് തിരികെ കിട്ടുന്നേ. നഗരസഭയുടെ തനത് ഫണ്ട് തിരികെ ലഭിക്കണം എന്നുള്ളതാണല്ലോ പൊതുവായിട്ടുള്ളത്. നഗരസഭയുടെ തനത് ഫണ്ടിനെ ഇപ്പോൾ സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഉദ്ദേശം തന്നെയാണ് നഗരസഭയുടെ ഫണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ശമ്പളം കൊടുക്കാനും മറ്റു ചെലവുകൾ ഫണ്ടല്ല. ഏത് ഫണ്ടായാലും നഗരസഭ സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് നിക്ഷേപത്തിൽ കൂടി സൂക്ഷിക്കുന്ന ഒരു ഫണ്ട് ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല. ഇനി അങ്ങനെ മാറ്റണമെങ്കിൽ പോലും ഒരു ഭരണകൂടം ചുമതലയേറ്റ ശേഷം കൗൺസിൽ തീരുമാനമെടുത്ത ശേഷം ആ കാര്യം ഗവൺമെന്റ് നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷേ ഈ കത്തില് ഡേറ്റിന്റെ ഒരു പ്രശ്നം, കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ഏത് ഭരണസമിതിയാണ് ഭരണമെന്ന് അറിയാത്ത സമയത്തെ കത്തല്ലേ. അപ്പോ അത് ഭരണസമിതി ഏതായാലും ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. നഗരസഭയുടെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി പണം സർക്കാരിന് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ളതല്ല. അത് നഗരസഭയുടെ തനത് ഫണ്ടാണ്. അത് തനത് ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. നാളെ നമ്മളെ BJP-യുടെ സംസ്ഥാന സർക്കാർ BJP ഭരിച്ചാലും കേരളം ഭരിച്ചാലും ഇതേ സ്ഥിതിയിൽ നമ്മുടെ നിലപാട്. അത്തരം കാര്യങ്ങളിലേക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉടർന്ന ഈ സംസ്ഥാന സർക്കാരിനെ ഇവരൊക്കെ ഇത് എത്രത്തോളം രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാർ പോകുന്നു എന്നുള്ളത് കേരളീയ സമൂഹത്തിന് നല്ലതുപോലെ അറിയാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ തന്നെ വകമാറ്റിക്കൊണ്ട് ഇത് ഈ സർക്കാർ അധികാരത്തിൽ പോയ ശേഷമാണ് ഇതെല്ലാം വെളിയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് BJP അധികാരത്തിൽ വരും എന്ന് ഒരു അതിന്റെ ഉദ്ദേശമല്ലേ പറഞ്ഞു. പക്ഷെ ഇത് ഇന്ന് വളരെ വളരെ ഗൗരവത്തോടു കൂടി ഇന്ന് തന്നെ അവർ 200 കോടി രൂപ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പൊതുസമൂഹത്തെ അറിയിക്കാൻ നിങ്ങൾ വിളിച്ചത്. മേയറുടെ കാര്യം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടത്തി. ഇപ്പോൾ നിലവിലൊരു ചർച്ച തുടങ്ങിയിട്ടില്ല. ചർച്ച തുടങ്ങിയതിന് ശേഷം നിങ്ങൾ അറിയിക്കും. പാർട്ടി ഒരു തീരുമാനമെടുക്കും. ഒരാളിനെ തീരുമാനിച്ചാൽ മേയറെ കൃത്യമായിട്ടും നിങ്ങൾ അറിയിക്കുന്നതാണ്. ഇപ്പോൾ നിലവിലെ ചർച്ച തുടങ്ങിയിട്ടില്ല. 26-ാം തീയതിയാണ് പുതിയ മേയർ അധികാരമേൽക്കുന്നത്. എന്തായാലും അതിനു മുമ്പ് തിരുവനന്തപുരത്തിന്റെ BJP-യുടെ ആദ്യത്തെ മേയർ ആരാണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കും. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ പറയുന്നത്. അത് BJP-യുടെ 101 സ്ഥാനാർത്ഥികളെ നിർത്തിയതിലും എല്ലാ 101 സ്ഥാനാർത്ഥികളും മേയർ ആവാൻ യോഗ്യതയുള്ളവരെ നിർത്തിയിട്ടുള്ളത്. അതിൽ 50 പേര് ജയിച്ചു. 50 പേര് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ മേയർ ആകാൻ യോഗ്യതയുള്ളത് തന്നെയാണ്. അതിനെ ആരെ വേണം എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. കൌൺസിലർമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ ചർച്ച ചെയ്ത് തിരുവനന്തപുരത്തിന്റെ നേതാക്കന്മാരുടെ ചർച്ച ചെയ്ത് സംസ്ഥാനം ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ അറിയിക്കും. ഈ 51 എന്ന ഫിഗറിലേക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റിയൊരു 51-ലേക്കും 52-ലേക്കും 53-ലേക്കും 51-ലേക്ക് വന്നു തുടങ്ങുന്നുണ്ടല്ലോ. ഒരു ഭരണസമിതി അധികാരമേറ്റ് കഴിഞ്ഞാൽ എപ്പോഴും 50-ൽ നിൽക്കുന്നു അങ്ങനെ ഒരു ചരിത്രമില്ല. വരാം, എന്തെല്ലാം സംഭവിക്കാം രാഷ്ട്രീയത്തിൽ നാളെ അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും BJP-ക്ക് ഭരിക്കാനുള്ള ആവശ്യമുള്ള ഭൂരിപക്ഷം 50 സീറ്റുകളുണ്ട്. ഒറ്റക്കക്ഷിയാണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ്. എന്ന നിലയിൽ മേയർ BJP-യുടെ മേയർ സ്ഥാനാർത്ഥി ജയിച്ചു. കേവല ഭൂരിപക്ഷത്തിന്റെ ഒരു കളിയിൽ
നിയമസഭ പോലെ ആവശ്യമില്ല, പക്ഷെ ഉണ്ടാവും. ആവശ്യമില്ല. അതായത് സ്വതന്ത്ര പിന്തുണ ഉണ്ടാവുമെന്നാണ് 45 42 കഴിഞ്ഞ 2015 LDF 45 LDFിനെ ഭരിച്ചില്ല. LDF 45 ഭരിച്ചല്ലോ. അത് 45 46 ആയി 47. എന്ത് സംഭവിക്കാമല്ലോ? നമുക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ 50 തന്നെ നിൽക്കുന്ന ഉറപ്പുണ്ടോ? അതുകൊണ്ട് കേവലം മുന്നിൽ ആവശ്യമില്ല. സ്വതന്ത്രങ്ങളുടെ പിന്തുണ വന്നാലും കേരള ഒരു അതാ. ഒരു സ്വതന്ത്രങ്ങളുടെ പിന്തുണ വന്നാലും കേരള ഒരു വികസന കാഴ്ചപ്പാടുള്ള കൗൺസിലർമാരുടെ പിന്തുണ NDAയുടെ ഭരണസമിതി കിട്ടിക്കഴിഞ്ഞാൽ സ്വീകരിക്കും. സ്വതന്ത്രമായിട്ടുള്ള ചർച്ചകൾ വികസന കാഴ്ചപ്പാട് തിരുവനന്തപുരത്തിന്റെ വികസനം BJP ഭരണസമിതി വന്നു കഴിഞ്ഞാൽ, NDA ഭരണസമിതി വന്നു കഴിഞ്ഞാൽ 101 വാർഡുകളുടെയും വികസനമാണ് ലക്ഷ്യം. അല്ല 50 വാർഡുകളില്ല. BJP ജയിച്ചിടത്തും ജയിക്കാത്തിടത്തും എല്ലാം അടക്കം തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ലക്ഷ്യമിടുന്നത്. അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും കൂടിക്കാഴ്ചയായിട്ടുണ്ട് ചർച്ചകൾ അങ്ങനെ നടന്നിട്ടുണ്ട്? സ്വതന്ത്ര കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ചർച്ചകളോ കൂടിക്കാഴ്ചകളോ അങ്ങനെ ഇല്ല, അങ്ങനെ ചർച്ചയൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ BJPയുടെ മേയർ സ്ഥാനാർത്ഥി ജയിക്കാൻ ആവശ്യമായിട്ടുള്ള അംഗബലം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ചർച്ച ചെയ്യാൻ ചെയ്തിട്ടില്ല. പിന്നെ മാധ്യമങ്ങൾ നിങ്ങൾ ചർച്ചകൾ പറയുന്നതല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ഞങ്ങൾ നിരവധി പ്രാവശ്യം കാണേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല സഹകരിക്കണം. ഞാൻ നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്തും പറഞ്ഞത് തിരുവനന്തപുരത്തിന്റെ സമഗ്രമായ